അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരേ ഒരു ആങ്ങളയായ ദോയുടെ ബർത്ത്ഡേ ആണ്. രണ്ടാമത്തെ ആളായതുകൊണ്ട് അവനെ ദോ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ തീനാണോ എന്ന് ചോദിക്കരുത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് ലേശം പണിയുള്ള കാര്യമായിരുന്നു. ഞാൻ മാത്രമല്ലായിരുന്നു, ചോട്ടുവും ചേച്ചിയും ഉണ്ടായിരുന്നു എന്നോട് ഹെൽപ്പിന്. അതേ ഇതുപോലത്തെ ചെറിയൊരു ഡെക്കറേഷൻ ഓർഡർ ചെയ്ത കേക്കൊക്കെ ആയിട്ടാണ് ചേച്ചിയൊക്കെ വന്നത്. കോമഡി അതല്ല, എല്ലാ പ്രാവശ്യവും ഞാൻ എല്ലാവരും ബർത്ത്ഡേ ഓർത്തിരിക്കുന്നത് ഞാൻ അങ്ങ് മറന്നുപോയി. അങ്ങനെ അവൻ തന്നെ വന്നിട്ട് പറഞ്ഞു നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് കേക്കൊക്കെ മുറിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഓപ്പൺ ആക്കി വെച്ചു. ഇതുപോലെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കും മറ്റു ആഘോഷങ്ങൾക്കും നല്ല കേക്ക് കിട്ടുന്ന ഒരു സ്റ്റോർ ഉണ്ട്. കോഴഞ്ചേരിയിലെ സെന്റ് ജോർജിൽ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കേക്ക്സ് ഒക്കെ. നല്ല രീതിക്കാണ് അവർ മേക്ക് ചെയ്യുന്നത്. ചേച്ചി ആയതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, കാരണം ഇവിടെ എത്തുമ്പോഴത്തേനും കേക്കിന്റെ രൂപമൊക്കെ മാറാൻ ചാൻസ് ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യമൊന്നും പറ്റിയില്ല ഇപ്രാവശ്യം. വേറെ ഒന്നും അല്ല, അമ്മ മോള് എന്തോ ഒരു മണ്ടത്തരം കാണിച്ചതാ ഞാൻ ചിരിച്ചത്. ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ ഇന്ന് കുഞ്ഞൊരു പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടയർഡായി പോയി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിളിച്ചില്ല. അങ്ങനെ ബർത്ത്ഡേ കാർഡിനെ കൊണ്ട് ചോട്ടുവാണ് വന്നത്. ചോട്ടുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം പുതിയൊരു ഗെയിം എടുത്തു. അവളുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു. അമ്മ അത് മാറ്റി വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് മുഖം അങ്ങ് മാറി. അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും വന്നു. അല്ലമ്മയും കൂടെ ഉള്ളായിരുന്നു ഇനിയും വരാൻ. അല്ലമ്മയാണെങ്കിൽ പായസം വെക്കാൻ ഓടിപ്പോയി. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം എന്റെ ഫോണിലാണ് പാട്ടിടേണ്ടത്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday, happy birthday. പിന്നെ ചോട്ടും അമ്മയും കൂടെ ദോമാമന് കേക്ക് കൊടുത്തു. ചോട്ടു ഇതിന്റെ ഇടയ്ക്കൂടെ ആരും അറിയാതെ കേക്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിനു അച്ഛൻ കേക്ക് കൊടുത്തു. അങ്ങനെ അവസാനമായിട്ട് ഞാനാണ് കേക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം കൂടെ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ കേക്ക് കൊടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇനി ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയിലേക്ക് കിടക്കും. എന്തായാലേ ഒരു ഗിഫ്റ്റിന് പിന്നാലെ ഇത്രയും കൈകളോ. പിന്നെ ചേച്ചിക്ക് ഒരു കാര്യമുണ്ട്, ചേച്ചി എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഡ്രസ്സ് വല്ലതും ആണെങ്കിൽ നമ്മളത് ഇട്ട് കാണുന്നവരെ ഒരു സമാധാനം കാണത്തില്ല. ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ചെറി മോഷണം നടക്കുന്നുണ്ട്. ഭാഗ്യത്തിന് എനിക്കൊരു ചെറി പോലും കിട്ടിയില്ല. എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഒരാള് ഗിഫ്റ്റ് കൊടുക്കുന്നു, ഒരാള് ഗിഫ്റ്റ് പൊട്ടിക്കുന്നു, അവിടെ ഒരാൾ കേക്ക് എടുക്കുന്നു, കേക്ക് കൊടുക്കുന്നു, കേക്ക് കഴിക്കുന്നു. എന്തൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഷർട്ടായിരുന്നു. പിങ്ക് എന്നൊരു കളർ അല്ലാതെ വേറൊരു കളറും എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ദോയ്ക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഷർട്ട്. ആളൊട്ടും പ്രതീക്ഷിച്ചതുമില്ല. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് കേക്ക് കഴിക്കാം. കേക്കൊക്കെ കഴിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കുള്ള കേക്ക് ഇങ്ങനെ എടുത്തു ഞങ്ങള്. ചോട്ടുവിന്റെ കയ്യിൽ ചെറിയൊരു ഫോണുണ്ട്, അതില് വ്ലോഗ് എടുക്കുവാണ് ചോട്ടു. കുറച്ചൊന്നും അല്ല, കൈ നിറച്ച് ക്രീം കൊണ്ട് മുഖത്ത് മൊത്തം തേച്ചൊക്കെയാണ് ചോട്ടുവിന്റെ എന്റർടൈൻമെന്റ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ഒരാൾ കയറി വന്നേ, പക്ഷെ കേക്ക് കഴിച്ചപ്പോ മൂക്കിലായി പോയി ആളുടെ. ഇവിടെ എന്തായാലും ബർത്ത്ഡേ വരുമ്പോ കേക്ക് ഇല്ലെങ്കിൽ പോലും പായസം വെക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.